കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory be to God. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും വിശിഷ്യ ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ സതീഷ് കുമാർ, അദ്ദേഹത്തോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന മറ്റ് ദൈവദാസന്മാർ, എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു. My special greetings to all of you, especially Pastor Sadish Kumar and his family and other associate ministers, and to all of you. ഇവിടെ വരുവാനും ഈ ദൈവസഭയിൽ നിങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിപ്പാനും ദൈവവചനം ശുശ്രൂഷിപ്പാനും ലഭിച്ച നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Thank and praise God for this very special opportunity to be with you, worship with you, and to minister from the word. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ 35 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കൊന്നിച്ച് ദൈവവചനം പഠിക്കാനുള്ള അവസരം കർത്താവ് നൽകി. As the man of God reminded, 35 years back we were able to study in the same college together, study the word of God. അതിനുശേഷം വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും. After that we were in different places. I was in different places in the ministry. ഈ രാജ്യത്തെ ഈ പട്ടണത്തിൽ ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ കർത്താവിന്റെ ദാസനിലൂടെ ചെയ്യുന്നത് കണ്ടതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷവും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. We are delighted, excited, and give glory to God the way God is using the man of God in this city. എനിക്ക് മുൻപരിചയമുള്ള വളരെ ചുരുക്കം പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. There are only few people in this church that I know before. 23 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ശ്രീകാര്യം ചർച്ചിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ അവിടുത്തെ ഒരു കൊച്ചു ബാലനായിരുന്നു ഇന്ന് ഇവിടെ നിങ്ങളോടൊപ്പമുള്ള ഡാൾട്ടൻ. Dalton, who is with you here in this church, he was a little boy when I was ministering in Trivandrum Srikariyam IPC church about 23 years back. അതുപോലെ ദോഹ ശാലേം IPC ചർച്ചിൽ ശുശ്രൂഷിക്കുമ്പോൾ പ്രിയ ടോണിയുടെയും സോണിയുടെയും മാതാവും സഹോദരിയും അവിടെ ദൈവത്തെ ആരാധിപ്പാനുണ്ടായിരുന്നു. And the mother and sister of Tony and Sony, they were in Doha church when I was ministering there. ഇവിടെ വന്നതിന് ശേഷം പ്രിയ മാണിച്ചാനെയും പരിചയപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. And Mani uncle also was able to acquainted with this after coming here. ഇന്ന് എന്റെ കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ മോൻസി ബ്രദറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Thank God for Bonsi brother who is translating with me. ഓർപ്പിച്ചോലെ എന്റെ പേര് കോശി കെ മാത്യു എന്നാണ്. As man of God reminded, my name is Koshi K. Matthew. മല്ലപ്പള്ളിക്ക് അടുത്ത് പാടിമണ്ണാണ് എന്റെ സ്വദേശം. I am native of Padiman near Mallapalli. ഒരുപക്ഷെ നിങ്ങൾ പലരും അറിയുന്ന പാസ്റ്റർ കെ എം വർഗീസ് ഡാളസ് ഹെബ്രോനിലൊക്കെ ശുശ്രൂഷിച്ച പാസ്റ്റർ എന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. Pastor K. M. Varghese, who ministered in Dallas Hebron many years back and now residing in Rockwall, is pastor's brother. നീ അധിക കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോകുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. I don't want to extend my introduction too much. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Let's turn to the word of God. ഈ ആഴ്ചകളായി ചിന്തിച്ചു വരുന്ന ഭാഗത്തിന്റെ തുടർമാനമായി ഞാനും സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. I'd like to continue the same message, the post we have been thinking all these days, the theme. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മുടെ ചിന്തയുടെ ഭാഗങ്ങൾ. In today's sermon, I will be highlighting on 2 Corinthians chapter 8 verses 1 through 5. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Amen. ഒരു സമൃദ്ധിയുടെ ജീവിതം. A life of abundance. ഹല്ലേലൂയ. Praise God. സന്തോഷകരമായ ഔദാര്യത. A joyful generosity. ഹല്ലേലൂയ. Praise God. ഹല്ലേലൂയ. Praise God. ഈ വിഷയം കോരിന്ത് സഭയെ അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. Apostle Paul is trying to teach the church in Corinth how they can be joyful and generous at the same time. ഒരു ഭൗതിക പശ്ചാത്തലത്തിലാണ് താൻ ഇത് പഠിപ്പിക്കുന്നതെങ്കിലും വലിയൊരാത്മീയ മർമ്മം താൻ ദൈവസഭ കോരിന്ത് സഭയ്ക്ക് മാത്രമല്ല എല്ലാ വിശ്വാസികളെയും പഠിപ്പിക്കുകയാണ്. Even though this is basically about giving material things or money, there's a lot of spiritual things that is for all of us in this scripture. വിശുദ്ധന്മാരുടെ സഹായത്തിനായുള്ള ധനസമാഹരണത്തിൽ കോരിന്ത് സഭ 1 വർഷം മുമ്പ് ഓഫർ ചെയ്തിരുന്നെങ്കിലും അവര് കൊടുക്കുവാൻ അല്പം ഡിലേ ആയി. But there was a need among the saints in other places, and Corinth church in Corinth had promised something a year before, but they did not really do it at the right time.
അവരെ അക്കാര്യത്തിൽ ഒന്ന് പ്രബോധിപ്പിക്കുന്നതിന് വേണ്ടി അപ്പോസ്തലൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. That's why Apostle Paul had to give them an exhortation and encouragement so that they can give. അതിന് മറ്റൊരു സഭയെ മാതൃകയാക്കി കാണിക്കുകയാണ്. And Apostle Paul is bringing another church as a role model and example. പഠിക്കാത്ത പിള്ളേരെ ചില സമയത്ത് മാതാപിതാക്കൾ പറയുമല്ലോ, അവനെ നോക്കിപ്പിടി, അപ്പുറത്തെ തോമാച്ചനെ കണ്ടുപിടി. Some parents do this when their kids are not studying well. They might point at some other kid who is doing well. അതുപോലെ ഡാളസിലുള്ള മറ്റ് സഭകളും നാളെ പറവാൻ കഴിയണം, മെട്രോ ചർച്ചിനെ കണ്ടുപിടി. May churches in Dallas be able to say, showing our church, this church, that you can learn. കോരിന്ത് സഭയെ ചില കാര്യത്തിൽ പ്രബോധിപ്പിക്കുവാൻ വേണ്ടി മാസിഡോണിയൻ ചർച്ചിനെ അവർക്ക് പരിചയപ്പെടുത്തുകയാണ്. Here is a church in Macedonia that Paul is taking as an example for the Corinthian church to learn from. അത് മാസിഡോണിയൻ ചർച്ചിന്റെ പ്രത്യേകത എന്താണ്? What is uniqueness of the Macedonian church? 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. As we read from verse 1 of 2 Corinthians 8, we want you to know, brothers, about the grace of God that has been given among the churches of Macedonia. For in a severe test of affliction, their abundance of joy and their extreme poverty have overflowed in a wealth of generosity on their part. For they gave according to their means, as I can testify, and beyond their means of their own accord, begging us earnestly for the favor of taking part in the relief of the saints, and this not as we expected, but they gave themselves first to the Lord, and then by the will of God to us. Praise the Lord. Hallelujah. Hallelujah. സഹോദരന്മാരെ, മക്കദോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And here Paul says he wants the brothers in Corinth to know the grace of God that was received by the churches of Macedonia. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ മഹാസന്തോഷവും അത് സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാനിടയായി തീർന്നു. Because they were in a severe test of affliction, their abundance of joy and their extreme poverty have overflowed in a wealth of generosity on their part. ചില വാക്കുകൾ ശ്രദ്ധിക്കുക. Pay attention to some of the words of Paul. കഷ്ടത എന്ന കഠിന ശോധന, Even as they were in a severe test of affliction മഹാദാരിദ്ര്യം and extreme poverty. മഹാദാരിദ്ര്യത്തിന്റെ റൂട്ട് മീനിങ്ങിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. This is what the root meaning of the word extreme poverty. യാചകൻ, You're a beggar. ഒരു യാചകൻ, A beggar ഒന്നുമില്ല കയ്യിൽ, has nothing. ഒന്നും കിട്ടാനും ഇനി സാധ്യതയില്ല. There's no hope of getting anything from anywhere. അതാണ് മഹാദാരിദ്ര്യത്തിനെ കുറിച്ച് പറയുന്നത്. That is how they define extreme poverty. അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? Is there anybody sitting here like that? ചിലരുടെ മുഖത്ത് നോക്കി അങ്ങനെ തോന്നും. Sometimes looking at some people's face, we may think like that, feel like that. ഇത് ശരിയായി ഉറങ്ങാത്തവരെ വലിയ സമ്പന്നന്മാരാണ്. People who don't sleep well may be rich. ഇവിടെ ഇതാ കഷ്ടത എന്ന കഠിന ശോധനയും മഹാദാരിദ്ര്യം ഉണ്ടായിരുന്നിട്ടും അവർക്ക് സന്തോഷ സമൃദ്ധിയും ധാരാളം ഔദാര്യം കാണിച്ചു. അതിന്റെ കാരണം എന്താണ്? Even when they were in severe test of affliction and extreme poverty, their abundance of joy and generosity. What is the reason for that? അവരിൽ വ്യാപരിച്ച ദൈവകൃപ. It was the grace of God that manifested in Amen. them. ഹല്ലേലൂയ. Hallelujah. സഹോദരീ സഹോദരങ്ങളെ, Dear brothers and sisters, ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ if the grace of God manifests Yes. upon us, കഷ്ടത സാരമില്ല, our affliction is no ദാരിദ്ര്യം problem, സാരമില്ല, poverty is no problem, രോഗം സാരമില്ല, sickness is no problem, ബുദ്ധിമുട്ട് സാരമില്ല. any kind of difficulty is no Amen. ഞാൻ problem. നിങ്ങളോട് പറയട്ടെ, കർത്താവിന് വേണ്ടി അതിശക്തമായി ഉപയോഗിച്ച ദൈവദാസന്മാർ ആരോഗ്യ ദൃഢകർത്തന്മാരായിരുന്നില്ല, പിന്നെയോ അവരിൽ വ്യാപരിച്ച ദൈവകൃപയാണ്. The great men of God, God used mightily by God. Our fathers and sisters were not good in everything. Sometimes they were not healthy or wealthy, but they depended on the grace of God. അസാധാരണമായ എന്തെങ്കിലും ഭാരത്തിലൂടെ നിങ്ങൾ ഇത് കടന്നു പോകുമെങ്കിൽ നിങ്ങൾക്ക് അസാധാരണമായ ദൈവകൃപ പകർന്നു കഴിഞ്ഞാൽ അസാധാരണമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങും. When you go through extreme kind of situations, you will see the overflowing abundant power of God upon you, and you will be used mightily for unexpected supernatural things. എത്ര പേർക്ക് ഇത് പ്രാർത്ഥിക്കുവാൻ കഴിയും? Yes. എത്ര പേർക്ക് ഇത് How പ്രാർത്ഥിക്കുവാൻ many കഴിയും? can pray like this? ആ അസാധാരണമായ ദൈവകൃപ എന്റെ മേൽ പകരണമേ. Lord, that supernatural grace of God come
come upon me. അസാധാരണ ദൈവകൃപ എന്റെ തലമുറമേൽ പകരണമേ. Let the supernatural power of God come Experience the upon my grace of God. generation. അസാധാരണ ദൈവകൃപ എന്റെ കൂട്ടുകാരന്മേൽ പകരണമേ. Oh, let the supernatural power come upon my brothers and sisters. അങ്ങനെ ദൈവകൃപ പകരപ്പെട്ടാൽ And if that happens, നാളത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ആളുകൾ കാണത്തക്കോണം വെളിപ്പെടുവാൻ തുടങ്ങും. God will manifest his work through you, that everyone in Dallas can see it. അല്ലെങ്കിൽ ഈ അമേരിക്ക മുഴുവൻ സ്വാധീനിക്കത്തക്കമുള്ള ഒരു ദൈവശക്തിയുടെ പുറപ്പെടുവാൻ തക്കവണ്ണം തീരും. And from here can start a power of God manifesting throughout the United States. വലിയ വലിയ എപ്പിസ്കോപ്പൽ സഭയിൽ നിന്ന് വന്നവരാണ് നമ്മളൊക്കെയും. വലിയ വലിയ എപ്പിസ്കോപ്പൽ സഭയിൽ നിന്നുള്ളവരാണ് നമ്മളൊക്കെയും. Many of us came out of some Episcopal churches. വലിയ പള്ളിയില്ലാഞ്ഞിട്ടല്ല, Not because we didn't have a big church, വലിയ സൗകര്യങ്ങളില്ലാഞ്ഞിട്ടല്ല, not because we didn't have enough money. അവിടെ ഇല്ലാത്ത ദൈവകൃപയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങൾ പറഞ്ഞു തിരിച്ചതെങ്കിൽ I came into this experience because of the abundance of the grace of ആ God. ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray for the grace of God. ഇന്ന് പകല ദൈവകൃപ വ്യാപരിക്കട്ടെ. Let the grace of God manifest here this ഓരോ morning. വ്യക്തികളും അത് പകരട്ടെ. Each and every person that it be അത് manifested. ചുറ്റുപാടിലേക്ക് പകരപ്പെടുവാനായി തീരട്ടെ. And through you, let it go through surrounding places. ഹല്ലേലൂയ. Hallelujah. ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. Let me ask you a question. എന്താണ് ഈ ദൈവകൃപ? What is the grace of God? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലരും പ്രാർത്ഥിക്കും കൃപ 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 കൃപ. I have seen some people always saying grace, grace, grace. കാര്യമായിട്ടൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല, ചുമ്മാ അങ്ങ് പറയും. Some of maybe they're not really thinking of the grace of God, but that's a phrase. എന്തോ ഈ കൃപ? But what is the grace of ചില God? വാക്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം. Let us see some scriptures, or I will remind you some scriptures. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. Noah received the grace of God. മോശയോട് ദൈവത്തിന്റെ കൃപ കാണിച്ചു. God showed his grace to മോശ Moses. പറഞ്ഞു എന്നോട് കൃപ തോന്നണം. And Moses said, Lord, have grace upon us. അടുത്ത നമ്മൾ വായിക്കുന്ന പൈതൽ വളർന്നു, ഞാൻ എന്നറിഞ്ഞു, ആത്മാവിൽ വെളിപ്പെട്ടു, ദൈവകൃപയുണ്ടായിരുന്നു. We read that about a child Jesus, he grew up in the grace of God. സ്തെഫാനോസ് കൃപയും ശക്തിയും ഉള്ളവനായി വലിയ ശുശ്രൂഷകൾ ചെയ്തു. Stephen, who became martyred later, he was ministering in the abundance of the grace of God. വീണ്ടും നമ്മൾ വായിക്കുന്നു, അവർ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. And we also read in Acts, they saw and saw the grace of God and rejoiced. പിന്നെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. Paul says, I am what I am by the grace of God. പിന്നെ നമ്മൾ ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ അത് സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രരായി തീർന്ന കൃപ അറിയുന്നുവല്ലോ. And we also read in this place that God, Lord Jesus, who was rich, became poor so that we could become rich. And that is how he showed the grace in himself and grace of God. പിന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, Apostle Paul says, കർത്താവ് തന്നോട് പറഞ്ഞു, God said, എന്റെ കൃപ നിനക്ക് മതി. once when he was going through severe affliction in his body, God said, my grace is enough. It is sufficient for you. എന്റെ കൃപ നിനക്ക് മതി. My grace is sufficient for you. അവിടെ കൃപയുടെ ഒരു ഡെഫിനേഷൻ താഴെ വരും. And there's a definition of grace below. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. My power is strong in your weakness. അപ്പോൾ ഒരു ചെറിയ ഡെഫിനേഷൻ കൃപയെ കുറിച്ച് പറയാം. ഒരു ചെറിയ ഡെഫിനേഷൻ കൃപയെ കുറിച്ച് പറയാം. Small definition of grace right there. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി. That which is perfecting in your weakness, that which is making you complete. ബലഹീനമായിരിക്കുന്നു നീ ഭാരപ്പെടണ്ട. If you are weak in any area, don't worry about it. നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവകൃപ ഇവിടെ വ്യാപരിച്ചാൽ The മതി. power of God can take care of it. ഇന്ന് പകൽക്കാരന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽക്കാരന് പ്രാർത്ഥിച്ചാട്ടെ. ഈ കൃപ എന്നിൽ നിന്ന് പകരട്ടെ. Let this abundant grace come upon me. വന്ന പോലെ മടങ്ങി പോകരുത്. Don't go back വന്ന പോലെ as you മടങ്ങി came. പോകരുത്. Don't go back as you ആ came. കൃപ നമ്മുടെ മേലൊന്ന് പകരപ്പെടണം. Let us go back with abundance of the grace of God. ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ In the light of the scriptures, ചില ഡെഫിനിഷനുകൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പറയാം. I have noted some definition of grace. Free and unmerited favor as manifested in the salvation of a sinner and the bestowing of blessing. ഒരു പാപിയുടെ മാനസാന്തരത്തിൽ വ്യാപരിക്കുന്നതായ സൗജന്യമായിട്ടുള്ള ഒരിക്കലും അർഹിക്കാത്തതായ ദൈവകൃപ, അവനെ പിന്നീട് അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ദൈവകൃപ. Grace is the empowering presence of God enabling you to be who he created you to be and do what he called you to do. നിങ്ങൾ ആരായിരിക്കണമോ, നിങ്ങൾ എന്ത് ചെയ്യണമോ, അതിനായി നിങ്ങളെ സഹായിക്കുന്ന ദൈവത്തിന്റെ അത്യന്തമായ ശക്തി, അതാണ് ദൈവകൃപ. ഒന്നുകൂടെ പറഞ്ഞാൽ, grace
gives us the desire and the power that God gives us to do His will. ദൈവഹിതം ചെയ്യുവാനുള്ള ആഗ്രഹവും അതിനുള്ള ശക്തിയും നമുക്ക് പകരുന്നത് ദൈവകൃപയാണ്. അപ്പോൾ മാസിഡോണിയൻ ചർച്ച് പാവപ്പെട്ട സഭയായിരുന്നു. Macedonian church was not a rich church materially. പക്ഷേ അവരുടെ മേൽ ദൈവകൃപ അങ്ങോട്ട് പകർന്നപ്പോൾ, Hallelujah, when the grace of God in abundance came upon them, അവർക്ക് അസാധാരണമായ നിലയിൽ അത് ചെയ്യുവാൻ ദൈവം പ്രാപ്തി കൊടുത്തു. they were able to do exceedingly more than what they could do, looking at the material things they had. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതല്ല പ്രശ്നം. The problem is not that we don't have enough. കൃപ പകരാതിരിക്കുന്നതാണ്. The problem is that we don't have the grace of God enough. കൃപ പകർന്നു കഴിയുമ്പോൾ As we receive the grace of God, നിങ്ങളുടെ ഹൃദയം തുറക്കുവാൻ തുടങ്ങും. and your hearts will open. ഹൃദയം തുറന്നു കഴിയുമ്പോൾ കൈകൾ തുറക്കുവാൻ തുടങ്ങും. And as your hearts open, your hands will open. Pastor K. Joy അവർ പറയുന്നത് പോലെ, when you are converted, your purse will be inverted. Pastor K. Joy says that ശരിയായിട്ട് മാനസാന്തരപ്പെടുമ്പോൾ നിന്റെ പേഴ്സ് അപ്സൈഡ് തിരിയാൻ തുടങ്ങും, അത് താഴേക്ക് വീഴാൻ തുടങ്ങും. Hallelujah. 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 Praise God. ദൈവകൃപ പകർന്നാൽ When the grace of God showers, നിങ്ങൾ സാധാരണ മനുഷ്യരായി തീരുന്നു പറഞ്ഞല്ലോ. you will no longer be the same person. അസാധാരണമായി കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങും. You will be doing things that you never thought you will be doing. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ As you are filled with the Holy Spirit of God, വലിയ കാര്യങ്ങൾ കർത്താവിനോട് ചെയ്യുവാൻ കഴിയും. you will be able to do supernatural things for God. അപ്പോൾ ഈ ദൈവകൃപ പകർന്നപ്പോൾ അവിടെ സംഭവിച്ചതായ ഒരു ഇക്വേഷൻ, ഒരു ഫോർമുല ഒരു കമ്പ്യൂട്ടറിനും അത് അനലൈസ് ചെയ്യാൻ കഴിയാത്തതാണ്. There's a certain formula that we can see when the Spirit of God, grace of God manifested. No computer can analyze it. No one can make sense to that. Great affliction plus deep poverty plus God's grace. വലിയതായിട്ടുള്ളതായ കഷ്ടതയും ആഴമായിട്ടുള്ളതായ ദാരിദ്ര്യവും ദൈവകൃപയും കൂടെ ചേരുമ്പോൾ, ഇത് മൂന്നും കൂടെ ചേർന്നപ്പോൾ, but as these three things come together, equals joyful abundance of happiness in generosity and abundance of liberality. സന്തോഷത്തോടെ കൊടുക്കുവാൻ സന്തോഷമുള്ള ഔദാര്യതയാണ് അതിൽ നിന്ന് ഉളവാകുന്നത്. വലിയ കഷ്ടതയിലും വലിയ ദാരിദ്ര്യത്തിലും ആയിരിക്കുമ്പോൾ അതിനകത്തേക്ക് ദൈവകൃപ വ്യാപരിക്കുമ്പോൾ, അത് നമ്മൾ കൈയടിച്ച് പാടുന്നവരായിരിക്കാം, നമ്മൾ കൈയടിച്ച് പാടുന്നവരായിരിക്കാം, maybe we sing songs, clapping hands, പ്രസംഗിക്കുന്നവരായിരിക്കാം. maybe we preach. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവകൃപ നമ്മുടെ ഉള്ളിലേക്ക് വ്യാപരിച്ചാൽ നമ്മുടെ ഉള്ളിൽ അതേ വലിയ സന്തോഷവും അതേ ജനറോസിറ്റിക്ക് വേണ്ടി നമ്മുടെ ഹൃദയം തുറക്കുകയും ചെയ്യും. ഇതൊക്കെ, even as these things are happening on one side, we are all spiritual in many areas. When the real grace of God manifests, it will open our hearts and our hands. മാസിഡോണിയൻ ചർച്ചിനെ കുറിച്ച് പറയുകയാണ്, അവർക്ക് ദൈവകൃപയുണ്ടായിരുന്നു. Macedonian church received, they accepted the grace of God. ഇത് മാസിഡോണിയൻ ചർച്ച് തുടങ്ങിയതല്ല. This was not started in the Macedonian church. ആദിമസഭയിൽ 1-ാം നൂറ്റാണ്ടിൽ യെരുശലേമിലെ ചർച്ചിനെ കുറിച്ച് അപ്പോസ്തലർ 2-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും പറയാണ് അവർ ദൈവകൃപ ഉണ്ടായിരുന്നു, ധാരാളം ദൈവകൃപ ഉണ്ടായിരുന്നു. The first church, the first century church in Acts 2 and 4, we see they also received this grace of God. അവർ മുട്ടുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല. They made sure no one among them was continuing in any need. അപ്പോൾ ദൈവകൃപ നമ്മളിലേക്ക് പകരുമ്പോൾ, as the spirit of the grace of God manifest into our lives, പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളിലേക്ക് വരുമ്പോൾ, as we are truly filled by the Holy Spirit, controlled by the Holy Spirit, നമ്മൾ heavenly minded ആയി തീരും. we will become people with a heavenly mindset, a heavenly attitude. അപ്പോൾ നമ്മുടെ ചർച്ചിലും നമ്മുടെ പരിസരങ്ങളിലും ഉള്ള ആവശ്യങ്ങളുടെ പ്രവർത്തിക്കുവാൻ ആ ദൈവകൃപ നമ്മുടെ മേൽ പകരപ്പെടും. And that grace will turn into that kind of a joyful kind of giving, and it will fill and satisfy the needs of people. Hallelujah. Hallelujah. ആ വ്യാപരിച്ച ദൈവകൃപ തന്നെ മാസിഡോണിയൻ ചർച്ചിലും വ്യാപരിക്കുവാൻ തക്കവണ്ണയായി തീർന്നു. That is the type of the grace of God manifested in the church in Macedonia. എന്നാൽ മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. Let me remind you one more thing. അത് പെന്തക്കോസ്തിലെ ആരംഭകാലത്തെ ടി.ജി. ഉമ്മച്ചനപ്പച്ചനെ ചിലർക്കൊക്കെ അറിയാമല്ലോ. Some of you may know late Pastor T.G. Ummachan, who was one of the earlier pastors of the Pentecostal movement in Kerala. അദ്ദേഹത്തിന് കുമ്പനാട്ട് പഠിപ്പിച്ച ഒരു ശിഷ്യൻ ഒരു സഭയിൽ പാസ്റ്ററായിട്ട് പോയി. He taught many people at Kumbanada, and one of his disciples became a pastor in another church.
കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ കാണാൻ വന്നു. After some years, he came back to see his teacher, Pastor T.G. Machan. അപ്പം എങ്ങനെയുണ്ട് മോനെ സഭയൊക്കെ? And Pastor T.G. Machan asked this pastor, how is the church doing? പാസ്റ്ററെ നല്ല ഉണർവിലാണ്. And he said, the church is not great revival. 4 ഡ്രം ഇപ്പൊ പൊട്ടി, 5ാമത്തെ വാങ്ങിച്ചിട്ടുണ്ട്. 4 drums are gone broken because they're beating so fast. Now we are on the 5th drum. അതിരിക്കട്ടെ. And the pastor said, okay, that's fine. ഈ ഓഫറിംഗ് സ്തോത്രകാഴ്ച ദശാംശമൊക്കെ എങ്ങനെയുണ്ട്? How is the offering and tithes? അത് പഴയതുപോലെ തന്നെയാണ്. That is the same way as it was before. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, And he said, എന്നാ പിന്നെ അവിടെ നടക്കുന്നത് ഉണർവല്ല, if that is the case, what's going on there is not revival. ഒരു ബഹളമേ ഉള്ളൂ. It is just some noise. ഒരു ബഹളമേ ഉള്ളൂ. It's just some noise. ഹല്ലേലൂയ. Hallelujah. ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ, If the Spirit of God truly manifests in us, ഹല്ലേലൂയ, hallelujah, നമ്മുടെ ചുറ്റുമുള്ള ആവശ്യക്കാരെ നമ്മൾ കണ്ടുമുട്ടും. and we will be able to reach the people around അതാണല്ലോ us. കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ നടന്നത്. That is what happened last week here. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം ചെല്ലേണ്ടിടത്ത് നമ്മുടെ കരം നീട്ടുവാൻ നമ്മുടെ തീരും. Where the hand of God should reach, our hands are going to reach. ഹല്ലേലൂയ. കൊടുക്കുന്നതിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയും. So much things I can say about the blessings of giving. ഇവിടെ ഇവര് പറയുകയാണ്, These people are saying here, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും, according to their ability and even beyond their ability. എന്നിട്ട് പറയാണ്, ഞങ്ങളെയും കൂടെ ഇതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഇവർ താല്പര്യമായി അപേക്ഷിച്ചു. This Macedonian church was requesting Paul, can you include us also in this giving? ഹല്ലേലൂയ. Hallelujah. ദൈവകൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ, ദൈവം നിങ്ങൾക്ക് തന്ന ഭൗതിക നന്മകൾ, ദൈവം തന്ന താലന്തുകൾ, ദൈവകൃപ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാൻ നിങ്ങൾ പുറത്തേക്ക് പോകുന്ന കടമയെ തീരും. The grace of God truly manifest in us. We will become generous. We will no longer be selfish. We will become a channel of blessing to many people around us. ഒരു കാര്യം നിങ്ങളോട് പറയാം. Just one more thing. ദൈവത്തിന്റെ സഭ ഒരിക്കലും അതെ ആത്മനിറവിന്റെ അനുഭവത്തിൽ വന്നാൽ ഒരിക്കലും ഭൗതിക ആവശ്യത്തിൽ ഒരിക്കലും അത് കുറഞ്ഞു പോകത്തില്ല. If the church of God gets into the true and real spirituality, there won't be any problem in the material things of the church. പെന്തക്കോസ്ത് സഭകൾക്ക് വന്നിരിക്കുന്നതായ അധപ്പതനം അത് സാമ്പത്തികം ഇല്ലാത്തതല്ല, സാമ്പത്തികം കൂടിപ്പോയതാണ്. I wonder if the problem with Pentecostals today is in a lack of finance or the abundance of money. സാമ്പത്തികം കൂടിപ്പോണ്ട പ്രശ്നമില്ല, ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായിട്ട് ചെയ്താൽ മതി. Having too much money is not the problem, but the problem is with the attitude. If you are good, sensing what God wants you to do or ഇവിടെ not. പറയാണ് പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും. We see here according to their ability or means and അയ്യോ. beyond their അതെ, means. ഈ കാര്യത്തിൽ ഞങ്ങളോടൊന്ന് സഹകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താല്പര്യമായി യാചിക്കുകയാണ്. And the church in Macedonia is requesting Paul to include them in being this part of this generous action. ധാരാളം ഉണ്ടഞ്ഞിട്ടാണോ? മഹാദാരിദ്ര്യത്തിലാണ്. They are still in big power, extreme poverty. ഓ ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. അത് കർത്താവുള്ള എന്റെ സമ്പത്താണ് അതിന്റെ അർത്ഥം. That means God is my richness, my everything. ഹല്ലേലൂയ, Hallelujah. അതെ, ഹഡ്സൺ ടൈലർ പറഞ്ഞതുപോലെ, As Hudson Taylor mentioned once, God's work done by God's men in God's place, in God's way, in God's time will never lack of any God's support. ദൈവ മനുഷ്യർ ദൈവത്തിന്റെ വേല ദൈവത്തിന്റെ സ്ഥലത്തും സമയത്തും ദൈവഹിതം പ്രകാരം ചെയ്യുമ്പോൾ അവിടെ ഒന്നിനും മുട്ടുണ്ടാകയില്ല. കർത്താവിന്റെ ദാസരെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവകൃപയോടെ ഇവിടെ നിന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ ദൈവം നടത്തിക്കൊള്ളും. Let me tell the servants of God, if you will stay in the grace of God, you don't have to worry about resources or anything. ദൈവഹിത പ്രകാരം ചെയ്യുവാൻ നിന്നാൽ മതി, അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം നടത്തി Make തരും. sure you are in the will of God, aligned with the will of God, and He will take care of അതിന് everything. കഴിവുള്ള ചിലർ മാറി നിന്നാൽ ഭാരപ്പെടേണ്ട, അതിശക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. If some people stay away from it, don't worry about it. God will replace them with somebody else. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. Let me tell you one thing. ഞാൻ ദുബൈയിൽ ശുശ്രൂഷിക്കുന്ന കാലത്ത് As I was ministering in Dubai, അവിടെ തൊട്ടടുത്ത് കിങ്സ് റിവൈവൽ എന്ന് പറഞ്ഞ ഒരു വലിയ ചർച്ചുണ്ട്. there's a church called King's Revival nearby. 1000-ലധികം മെമ്പേഴ്സ് അവിടെ ഉണ്ട്. More than 1,000 people are there. ഈ സംഭവം പറയുന്ന ബ്രദർ ആ സഭയിലെ അംഗമായിരുന്നു. This brother was part of the church.
എന്നോട് ഈ സംഭവം പറഞ്ഞ ആള്. This brother from that church told me this. അപ്പൊ ഒരു സൺഡേ സർവീസിൽ, One Sunday service, സൺഡേ അല്ല, അവിടെ ഫ്രൈഡേ ആണ്, ഫ്രൈഡേ സർവീസിൽ Friday is when they gather. അതെ, മെയിൻ ഓഫറിംഗ് കഴിഞ്ഞു. The main offering was over. മെയിൻ ഓഫറിംഗ് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, സഹോദരന്മാരെ മറ്റൊരു ആവശ്യം കൊണ്ടുണ്ട്, രണ്ടാമതൊരു ഓഫറിംഗ് എടുക്കാൻ പോവുകയാണ്. And that day the pastor said, we have another need. I'm going to have a second offering. എന്നോട് ഈ പറഞ്ഞ സഹോദരൻ പുറകിൽ നിന്ന് 1000 പേരുള്ള സഭയാണ്, പുറകിൽ നിന്ന് ഒരു പുറകിൽ മുന്നോട്ട് 5ാമത്തെ റോയിൽ ഇരിക്കുകയാണ്. This brother in this big church with about 1,000 people sitting somewhere in the 5th row from back. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, ഇതെന്താ ഏർപ്പാട്? He was kind of grumbling, what kind of nonsense is this? What is this pastor doing? പാസ്റ്റർ ഞങ്ങളെ പിഴിയാണോ? Are you squeezing us, pastor? ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. That's the attitude in his mind. ഓഫറിംഗിന്റെ ബാഗ് ഇങ്ങനെ വന്നു. As the offering bag was coming, എന്ത് സംഭവിച്ചെന്നറിയണോ? you know what happened? ഇദ്ദേഹം ഇതിന്റെ തൊട്ടു മുന്നിലത്തെ റോ വന്നപ്പോൾ ഓവർഫ്ലോ ചെയ്ത് തിരിച്ച് സ്റ്റേജിലേക്ക് ബാഗ് When കൊണ്ടുപോയി. the offering bag came to the row just in front of him, it was overflowing. They took it back. സഹോദരൻ വിചാരിച്ചു, And this man, brother, thought, രക്ഷപ്പെട്ടല്ല. oh, I got out of this time. I escaped. കഥ തീർന്നില്ല. That's not the end of the story. പിറ്റേ ആഴ്ചത്തെ 1ാമത്തെ ഓഫറിംഗ് വന്നു. Next week, the first offering, മുന്നിലത്തെ റോ വന്നപ്പോൾ ഓവർഫ്ലോ ആയി ബൈക്ക് തിരികെ പോയി. similar thing happened. When the bag came to the row in front, it was overflowing. They took it back. 3ാമത്തെ സൺഡേയിൽ ഇത് സംഭവിച്ചു. Third Sunday, similar thing happened. ബ്രദറിന് മനസ്സിലായി, And he got something. He understood something. ദൈവത്തോട് കളിക്കരുത്. You cannot play games with നിന്റെ God. പിച്ചക്കാശ് കൊണ്ടല്ല ദൈവസഭ നടക്കുന്നത്. God doesn't want your silly little ഓ, money. എന്റെ ദൈവത്തിന് ഒരു വാക്കിനാൽ സകലം ഉളവാക്കണമെങ്കിൽ ദൈവദാസനെ ദൈവങ്ങളുടെ നിന്നാൽ മതി ഈ പട്ടണത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. It all takes one word from God to create everything from nothing. If we stand in the grace of God, then we don't have to worry about anything. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും ചില എഴുന്നേൽപ്പിക്കും. Oh, God will raise some people who can give us according to what they have. Hallelujah. And beyond their means. ഹല്ലേലൂയ. Hallelujah. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഒരു സെഞ്ചൂറിയന്റെ കഥയുണ്ട്. In Luke's gospel, we read about a centurion. തന്റെ ദാസന് സുഖമില്ലാതെ വന്നപ്പോൾ As his servant was sick, മൂപ്പന്മാരെ അയച്ചു. he sent some elders. മൂപ്പന്മാർ യേശുവിനോട് പറഞ്ഞു, They came to Jesus and said, നീ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യൻ. he is worthy that you should do it for him. ഞങ്ങൾക്കൊരു പള്ളി പണിയിച്ചു തന്നിരിക്കുന്നു. He even built a whole church by himself. ഒറ്റയ്ക്കൊരു പള്ളി ഒന്ന് പണിയിച്ചെന്ന്. All by himself, he built a church for us. അപ്പോൾ ഒറ്റയ്ക്ക് പണിയാൻ കപ്പാസിറ്റി ഉള്ളവരെ ദൈവസഭയ്ക്ക് കൊണ്ടുവന്നെങ്കിൽ അവനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. If God brings some people who can afford the whole thing by themselves, God has a reason, a purpose for them. ചിലപ്പോ ഒറ്റയ്ക്കായിരിക്കും, Maybe all by himself, one person. ചിലപ്പോ 100 പേരെ കൊണ്ടായിരിക്കും. Maybe 100 people are involved. അത് ദൈവത്തിന്റെ തീരുമാനമാണ്. That is up to God. പക്ഷെങ്കിൽ പ്രാപ്തിക്ക് മീതെ ചെയ്യേണ്ടവൻ 1000 കൊടുക്കുവാൻ കഴിയുന്നവൻ 100 കൊടുത്ത് ദൈവത്തെ പരിഹസിക്കരുത്. But then you are giving to God. You are able to give 1,000 and you decide to give only 100. That is like mocking God. ഗലാത്യ ലേഖനത്തിൽ പറയാണ്, In the epistle to Galatians, we read, ദൈവത്തെ പരിഹസിച്ചുകൂടാ. do not mock God. മനുഷ്യൻ വിതയ്ക്കുന്നതിനെ കൊയ്യും. Man, everybody will reap what they sow. കൊരിന്ത്യ ലേഖനത്തിൽ പറയാണ്, In Corinthians it says, അത് സന്തോഷത്തോടെ കൊടുക്കുന്ന ദൈവം അനുഗ്രഹിക്കും. God will bless those who give happily. സങ്കടത്തോടെ അരുത്, Not because in sadness, നിർബന്ധത്താലും അരുത്, and not out of pressure. സന്തോഷത്തോടെ കൊടുക്കുന്ന ദൈവം അനുഗ്രഹിക്കും. Only if you give gladly will God bless you. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Thank you, Lord. ഒരു സംഭവം കൂടെ ദൈവാത്മാവിനെ പ്രേരിപ്പിക്കുന്നു. God is telling me to say one more thing. അത് പാസ്റ്റർ ജോസ് കാരക്കലിന്റെ പ്രസംഗം നിങ്ങൾ യൂട്യൂബിൽ കേട്ടപ്പോൾ അതിനകത്ത് ഇതുണ്ട്. If you hear Pastor ജോസ് കാരക്കൽ, this is there. കർത്താവിൽ അത് അദ്ദേഹം ഇപ്പോൾ വിശ്രമിക്കുകയാണ്. He is resting in the Lord. അദ്ദേഹം പറഞ്ഞൊരു സംഭവമാണ്. There's one thing he mentioned. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ചെന്നൈ ശുശ്രൂഷിച്ചുകൊണ്ട് TPM അവിടെ അടയാറിലായിരുന്നു, അവിടെ ആദ്യത്തെ ഹെഡ് ഓഫീസ് അടയാർ. I ministered in Madras, Chennai also. TPM has their headquarters in Chennai in a place called Adayar. അത് 300 ഏക്കറാണ്. There's 3,000 acres. 300 ഏക്കറാണ്. 300 acres of land. ഇപ്പം അത് പോരാഞ്ഞിട്ട് അവരെ 700 ഏക്കർ ഇരുമ്പല്ലിയൂർ മേടിച്ചിട്ട് അവിടെ ഞാൻ പോയിട്ടുണ്ട്. And they purchased another property in another place, 700 acres. അപ്പോൾ ഈ 300 ഏക്കർ മേടിക്കുന്ന സന്ദർഭത്തിൽ When they were about to acquire these 300 acres, പത്രത്തിൽ ബ്രാഹ്മനായ ഒരു ജന്മിയുടെ അത് പരസ്യം വന്നു.
There was an advertisement in the newspaper about ദൈവദാസനെ വെച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക, ദൈവദാസനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊള്ളുക. and God told the man of ഈ God, ദൈവദാസനോട് ഞാൻ പറയണത് വെച്ച് പ്രാർത്ഥിച്ചു കൊള്ളാൻ. I'm telling the man of God, start praying. 3 ദൈവദാസൻ അവരുടെ വേഷക്രിയമല്ലോ ഈ ബ്രാഹ്മിൻ ജന്മിയുടെ വീട്ടിലോട്ട് കയറി ചെന്നു. 3 of these TPM pastors walked into this Brahmin person's house. അപ്പൊ എഴുതിയിട്ടുണ്ട് ഒരു റിലീജിയസ് പർപ്പസിലാണ് കൊടുക്കുക. So it is written, he will give it only for religious. This person who's so selling will give it only for religious purpose. നിങ്ങളുടെ എത്ര ഉണ്ട്? നിങ്ങളുടെ എത്ര And ഉണ്ട്? he asked, what you have? ഒന്നുമില്ല. And they said nothing. ഒന്ന് കളിയാക്കി ചിരിച്ചു. And he just kind of mockingly laughed. എന്തിനാ ഇങ്ങോട്ട് വന്നേ? Then why did you come here? ഇവരെഴുന്നേറ്റ് പോയി. And they just left. അന്ന് രാത്രി That night, ഈ ജന്മി ഒരു ദർശനം കാണുകയാണ്. this Brahmin person sees a dream. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന 3 പേര് ആണ്ടവരുടെ ഊഴിയക്കാരാണ്. The 3 people, servants who came to your house today, they're servants of the Almighty God. ആ മനുഷ്യന് നിങ്ങൾ ഈ വസ്തു കൊടുക്കണം. You must give this property to them. നിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. I'll take care of your thing. ദൈവത്തിന്റെ ജനമേ, Dear children of God. ഇവിടെ വലിയ ഒരു ഹോൾ ആവശ്യമെങ്കിൽ സ്വർഗ്ഗത്തിലെ ദൈവം അത് തരും. And സ്വർഗ്ഗത്തിലെ ദൈവം അത് തരും. our God of heaven will meet our needs. ഈ 700 ഏക്കർ തട്ടിയെടുക്കാൻ ജയലളിത എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയാമോ? ഇരമ്പലിയൂര് നടന്നില്ല. ഇവരുടെ സ്തോത്രത്തിന്റെ വില കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചു. This big property of 700 acres, the former Tamil Nadu CM tried so much, she couldn't get it. But these people prayed and God gave it to them. ഇത് പാസ്റ്റർ കെട്ടുകഥയൊന്നുമല്ല പറയുന്നത്. I'm not saying any kind of stories. അത് ഭൗതികമല്ല ഞാൻ പ്രസംഗിക്കുന്നതും. I'm not speaking materialistic things. ദൈവത്തിന്റെ കൃപ സഭയിൽ വ്യാപരിച്ചാൽ If the power of God, the grace of God manifests, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം നിറവേറ്റി it will തരും. take care of every need. ഞാൻ എന്റെ പ്രധാന വിഷയത്തിലേക്ക് വന്ന I'm still coming to my main point. 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. I'll take only about 10 minutes. ബൈബിളിലെ ഏറ്റവും വിലപ്പെട്ട പുതിയ നിയമത്തിലെ 3 വാക്യം അല്ലെ 5 വാക്യം പറയാൻ പറഞ്ഞാൽ, if someone asks me to say 5 most important verses from the New Testament, പുതിയ നിയമത്തിലെ ഒന്നാമത്തെ വാക്യം ഏത് പറയും? the first verse which it will be, ജോൺ 3:16. that will be John 3:16. രണ്ടാമത്തെ ഏതെന്നറിയാമോ? And you know what is the second verse? അതേ, ഭൗതിക വിഷയത്തിൽ പങ്കാളിയായി തീരുവാൻ, കോരിന്ത് സഭയെ ഉത്സാഹിപ്പിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ ഒരു വലിയ അതേ സ്വർഗീയമായ മർമ്മം എഴുതി. There's a mystery verse that Paul said to the Corinthian church to encourage them to give. രണ്ടാം ലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. 9th verse of 2 Corinthians 8. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രരായ തീർന്ന കൃപ അറിയുന്നുവല്ലോ. For you know the grace of our Lord Jesus Christ, that though he was rich, yet for your sake he became poor, so that you by his poverty might become rich. യേശുക്രിസ്തുവിന്റെ ജനാവതാരത്തിന്റെ വലിയൊരു കാര്യം ഇവിടെ അവതരിപ്പിക്കുന്നത് സഭയുടെ സാമ്പത്തിക പശ്ചാത്തലത്തിലാണ്. And then Jesus came and took on the earthly body. Here it is mentioned in connection with the materialistic financial things. മൂന്നാമത്തെ വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം. There's another verse also, I will talk about that. ഏതാണെന്നറിയാമോ? You know, it's the third verse. ഫിലിപ്പിയ ലേഖനം Philippians 2-ാം അധ്യായം 2:5 മുതൽ താഴോട്ട് onwards. സഭയുടെ ഭിന്നതയുടെ പശ്ചാത്തലത്തിലാണ് ഈ വാക്യം അവതരിപ്പിക്കുന്നത്. There was an issue in the church, a conflict in the church. That is where Paul speaks this. ശാഠ്യത്താല ദുർബഹുമാനത്താൽ ഒന്നും ചെയ്യരുത്. Don't do anything because of your selfishness. ഓരോരുത്തരും തന്നേക്കാൾ മറ്റുള്ള ശ്രേഷ്ഠരെന്ന് എണ്ണണം. That each one of look at others as someone superior to them. അപ്പോൾ സാമ്പത്തിക പശ്ചാത്തലത്തിൽ ഒരു ആത്മീയമർമ്മം പഠിപ്പിച്ചതുപോലെ അതേ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ വേറൊരു അതേ ക്രിസ്റ്റോളിക്കൽ ഹിം ഇവിടെ പഠിപ്പിക്കുകയാണ്. അത് നമുക്ക് 5 മുതൽ താഴോട്ട് കാണാം. And previously we said they were talking about a material thing, but here it is about some conflict that happened in the church, and we can see what Paul is saying. Verse 5 onwards. ഭിന്നത മാറിയിട്ട് Come out of any kind of division. ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങൾക്കുണ്ടാകട്ടെ. And you put on the mind of Christ, the attitude of Christ. Your attitude should be that of Christ Jesus. Yes, your attitude, നിങ്ങളുടെ ക്രിസ്തുയേശുവിനുള്ള അതേ ഭാവം നിങ്ങൾക്കും ഉണ്ടാകണം. അതെന്താണ്? What is that? ദൈവസ്വരൂപത്തിലിരിക്കെ, as he was in the form of God, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ, he didn't think he should keep that equality with God.
ദാസരൂപം എടുത്തു. He emptied himself and took the form of a servant. തന്നെത്താൻ ഒഴിച്ചു. And he emptied himself. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. And became like a man. മരണത്തോളം and unto death, ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു. on the cross he became obedient. ഹല്ലേലൂയ, hallelujah, ഹല്ലേലൂയ, praise God, ഹല്ലേലൂയ, hallelujah. യേശുക്രിസ്തു തന്റെ ദൈവത്വം ഒഴിഞ്ഞു വെച്ചു. Jesus emptied himself of his godliness, equality with God. പ്രസംഗത്തിനിടെ ചില പാട്ടുകൂടെ പാടുന്ന ആളാണ് ഞാൻ. Sometimes I sing. ട്രാൻസ്ലേഷൻ കൊണ്ട് സമയം പോവുകയാണ്. Sometimes I sing some lines of song. Hallelujah. My message. Hallelujah. Praise God. യേശത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, മനുഷ്യ ജന്മം എടുത്ത നിന്നെ വാഴ്ത്തിയിടുന്നു. പരമസമ്പന്നേ നീ ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോമനസാൽ. പരമസമ്പന്നേ നീ ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോമനസാൽ. നിരുപമ പ്രഭ അണിഞ്ഞിരുന്നവൻ പഴന്തുണി ധരിച്ചതു ചെറിയ സംഗതിയോ. ദൈവ കരുണയിൽ തനമാ വർണ്യമോ ദൈവ കരുണയിൽ. വേറെ പാട്ടുണ്ട്, സമയം പോയാണ്. There are many songs, but I don't have the time. ഹല്ലേലൂയ, praise God. പട്ടുശീലയ്ക്കുള്ള വസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഈ ക്ലിഷ്ടമാം കിടപ്പ് കണ്ട് ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. God who created everything for the costly linens and everything, now he doesn't have even a basic യേശുക്രിസ്തു ദരിദ്രനായി തീർന്ന എന്തിനു വേണ്ടിയാണ്? Why did Jesus became poor? എന്നെ നിങ്ങളെ സമ്പന്നനാക്കി That തീർക്കുക. you and I should become rich. അതെ, അമ്പാണിയാക്കാനല്ല, Not to become anyone എം എ യൂസഫ് അലിയാക്കാനുമല്ല, not to become a make anyone. നിന്നെ ആത്മീയ സമ്പന്നനാക്കുവാൻ വേണ്ടിയാണ്. You and I will be made rich in the spiritual. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശു എങ്ങനെയൊക്കെയാ ദരിദ്രനായി തീർന്നേ? In all areas or forms did Jesus became a poor? കാശിന് വിലയില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ. അപ്പോൾ ഒരു പാവപ്പെട്ട വീട്ടിൽ, ആശാരപ്പണി ചെയ്യുന്ന വീട്ടിൽ, പാസ്റ്റർ രാവിലെ ഓർപ്പിച്ചു, സ്വന്തമായി ജനിക്കാനിടമില്ല, സ്വന്തമായി പ്രസംഗിക്കാനിടമില്ല, സ്വന്തമായി അത് താമസിക്കാനിടമില്ല, വാഹനമില്ല. ആർക്കും പറ്റാത്തൊരു ഗതികാണ് സ്വന്തമായി അടക്കാനും. The one who created the entire universe is now here having no home of his own, no vehicle, nothing of his own in this earth. യേശുവിന് ദൈവത്തിന്റെ സ്വരൂപത്തിലിരിക്കെ ആ രൂപത്തിൽ ഇറങ്ങി വരാമായിരുന്നു, ആ ഗ്ലോറിയോടുകൂടെ വരാമായിരുന്നു. Jesus could have come down with all his glory and godliness down here. ആ ഗ്ലോറി താൻ മാറ്റിവെച്ചു. But he decided to keep that glory away. ആ ഗ്ലോറിയോടുകൂടെ വന്നിരുന്നെങ്കിൽ Had he come with the same തന്നെ ഒരു glory മനുഷ്യനും down, തുടങ്ങിയില്ലായിരുന്നു. no one could ever stand against him or touch തന്നെ him. അപമാനിക്കില്ലായിരുന്നു. And no one would put him to തന്നെ shame. തെറ്റിദ്ധരിക്കില്ലായിരുന്നു. No one would misunderstand. പക്ഷെങ്കിൽ നാം രക്ഷപ്പെടുകയില്ലായിരുന്നു. But he emptied himself of everything. നമ്മൾ But he would രക്ഷിക്കപ്പെടുകയില്ലായിരുന്നു. not be saved if he had come with his heavenly glory. അതേ ഗതസമനത്തിൽ വെച്ച് പറഞ്ഞു, ഞാൻ എന്റെ പിതാവിനോട് ചോദിച്ചാൽ 12 ലെഗ്യോൻ, ഒരു ലെഗ്യോൻ എത്രയാണ്? 6000, 70,000 ദൂതന്മാർ. ഒരു ദൂതന് അത് 1,80,000 ഒരു നിമിഷം കളയാൻ കഴിയുമെങ്കിൽ എനിക്ക് ചോദിക്കാം. ഞാൻ ചോദിച്ചില്ല, കാരണം Jesus had the power and ability to bring down thousands of angels to help him, but he did not do that. എന്താ കാരണം എന്നറിയാമോ? You know why? എബ്രായത്തിൽ എഴുതിയിട്ടുണ്ട്, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. Because he looked at the gladness of the salvation of the entire humanity, and for that reason he willingly, voluntarily suffered the shame of the cross. പിന്നെ ദാരിദ്ര്യം ഏതെല്ലാം മേലിൽ വന്നെന്നറിയാമോ? You know which all areas was the poverty? ലോകത്തിൽ ജനിച്ച ഏതെങ്കിലും ഒരു മനുഷ്യന് ഇന്ന കുടുംബത്തിൽ ഇന്ന മാതാപിതാക്കൾക്ക് ജനിക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയുന്ന ഒരാളെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. If anyone can make a decision as to which family that
person should be born, way before that person is born, it was Jesus. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ Hallelujah. യേശുക്രിസ്തുവിന്റെ ജന്മാവലി പറയുന്നിടത്ത് യേശുക്രിസ്തുവിന്റെ ജന്മാവലി പറയുന്നിടത്ത് ജീനിയോളജി When you talk and see the genealogy of Jesus, 5 സ്ത്രീകളുടെ പേര് പറയുന്നുണ്ട്. mention 5 women's names. ഇതൊന്നും കുടുംബചരിത്രത്തിൽ എടുവർ കൊള്ളുന്നതല്ല. They are not great people, great women. രാഹാബ്, Rahab, താമാർ, Bathsheba, രൂത്ത്. Ruth. അതിൽ ഭേദം രൂത്താണ്. അതിൽ ഭേദം രൂത്താണ്. Ruth is probably better of all the ഓ, others. ആ കുടുംബത്തിലേക്ക് വന്നു. ആ കുടുംബത്തിലേക്ക് വന്നതിന്റെ കാരണം അറിയാമോ? That family, അവഗണിക്കപ്പെട്ട, നിന്ദിക്കപ്പെട്ട, മാറ്റി നിർത്തുന്ന സഹോദരി, നിന്റെയും ബന്ധുവാണ് ഞാൻ. നിന്നെ രക്ഷിക്കുവാനാണ് ഞാൻ വന്നത്. ഹല്ലേലൂയ. Jesus was not ashamed to put these women and their names in his genealogy. He would rather love to do that. That was the attitude. ഇന്ന് എന്തുകൊണ്ടാണ് മുന്നോട്ട് വരുന്നതെന്ന് അറിയാമോ? Why he did became poor. ഇന്നാരും മുന്നോട്ട് വരാത്തതിന്റെ കാര്യം You എന്താണെന്നറിയാമോ? know why many people don't come forward today? നമ്മുടെ ഈഗോയും നമ്മുടെ ലോഗോയും. Our ego and our logo. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Hallelujah. യഹൂദാ ഗോത്രത്തിലെ സിംഹം The lion of the tribe of Judah കുഞ്ഞാടായി മാറി. became a lamb. നമ്മൾ ഇന്ന് കുഞ്ഞാടല്ല ആരായി മാറുക? Today many ഞാൻ lambs ആരാന്നറിയാമോ? കസേര വിട്ടുകൊടുക്കുകയില്ല. become like ഒരു മനുഷ്യനും ദൈവത്തിലേക്ക് വരുന്നില്ല. Nobody ഞാൻ വാക്കുകൾ comes from അവസാനിപ്പിക്കുന്നു. I'm concluding. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നത്തക്കവണ്ണം എന്റെ പ്രിയൻ അതിസുതരൻ 10,000 പേര് ശ്രദ്ധൻ എങ്ങനെ ആളല്ലാത്തവൻ അറിയാത്തവനായി മാറി എന്നെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി. Jesus, who was so beautiful looking, and he became crushed to the point no one could recognize it as a human being. For what? To save you and me from our broken condition, make us look beautiful. ചിലതൊക്കെ ഒഴിഞ്ഞു വെക്കാൻ തയ്യാറാകുമോ? Are we willing to empty ourselves of certain pleasures എന്നെ നേടുന്ന സന്തോഷമോർത്ത് because of the joy of saving me? യേശുവിനെ ആർക്കും ക്രൂസിൽ കയറുവാൻ കയറ്റുവാൻ കഴിയത്തില്ലായിരുന്നു. No one could push Jesus or put him on the cross. നീ ദൈവപുത്രൻ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ When they said, if you are the Son of God, come down. ക്രൂശിക്കപ്പെട്ട ലക്ഷോപലക്ഷം ചരിത്രത്തിലെ ആർക്കെങ്കിലും ഒരാൾക്ക് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയുമെങ്കിൽ അത് നാസറേയനായ യേശുവിന് മാത്രമായിരുന്നു. Hundreds of people who were crucified, if there was one person able to come on down from the cross, it was my Lord Jesus. ആ ചോദ്യത്തിന് മുന്നേ യേശു ഇറങ്ങി വന്നിരുന്നെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുവാൻ കഴിയില്ലായിരുന്നു. Had he come down miraculously, you and I would not be saved. കണ്ണ് കെട്ടിട്ട് തന്നെ അടിച്ചവരാണെന്ന് ചോദിച്ചപ്പോൾ And when they tied the eyes of Jesus and നിന്റെ asked അഡ്രസ്സും him, നിന്റെ അപ്പന്റെ അഡ്രസ്സും പറയാൻ കഴിയുള്ള യേശുവും tell ഉണ്ടായിരുന്നു. us who beat you just now, he could say the name of person, he could say the name of that person's father, but Jesus kept quiet. എത്ര പേർക്ക് തങ്ങളെ തന്നെ യേശുവിന്റെ ഭാവത്തിലേക്ക് കടന്നു വരാൻ കഴിയും? How many of us can re-surrender our lives to Jesus? സമ്പന്നനായിരുന്നിട്ടും Even though he was rich, തന്റെ ദാരിദ്ര്യത്താൽ because of his poverty, നമ്മളെ സമ്പന്നനാക്കുവാൻ that we should be made rich, ദരിദ്രനായിത്തീരുന്ന ദൈവകൃപ. he voluntarily became poor. ഹല്ലേലൂയ. Hallelujah. ഓ, പാപസംബന്ധം മരിച്ച ജീവിക്കേണ്ടതിന് പുരുഷന്മേൽ കയറി ആ താഴ്മയിലേക്കും വിനയത്തിലേക്കും ആ സൗമ്യതയിലേക്ക് നമുക്ക് വരാം. ദൈവസഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ. അല്ലെങ്കിൽ ദൈവപ്രവൃത്തിയോട് വെളിപ്പെടട്ടെ. അവസരം ഒരുക്കുന്ന ദൈവദാസനും സഭയ്ക്കും നന്ദി പറയുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുക. As Jesus became sin and he was put himself on the cross, because of that we could be made saints. Let us give glory to God and continue in the same faith and his way.